In this video, we are going to discuss about the conditional operator in C++. Conditional operator is a ternary operator. Depends on the number of operands, operators are classified into three. They are unary operator, binary operator, ternary operator. Operators എന്ന ടോപ്പിക് ക്ലാസ്സിലെടുത്ത സമയത്ത് നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്പർ ഓഫ് ഓപ്പറൻസുകളുടെ എണ്ണത്തിനനുസരിച്ച് ഓപ്പറേറ്റേഴ്സിന് മൂന്നായി ക്ലാസിഫൈ ചെയ്യാം. യൂണറി ഓപ്പറേറ്റർ, ബൈനറി ഓപ്പറേറ്റർ, ടേർണറി ഓപ്പറേറ്റർ. യൂണറി ഓപ്പറേറ്ററിൽ ഒരു ഓപ്പറൻറ്റും ഒരു ഓപ്പറേറ്ററുമാണ് യൂസ് ചെയ്യുന്നത്. ബൈനറി ഓപ്പറേറ്ററിൽ ഒരു ഓപ്പറേറ്ററും രണ്ട് ഓപ്പറൻറ്റും. ടേർണറി ഓപ്പറേറ്ററിൽ രണ്ട് ഓപ്പറേറ്ററും മൂന്ന് ഓപ്പറൻസുമാണുള്ളത്. C++ യൂസ് ചെയ്യുന്ന ടേർണറി ഓപ്പറേറ്ററാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. C++ൽ ഒരേ ഒരു ടേർണറി ഓപ്പറേറ്ററേ ഉള്ളൂ, അതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. സോ കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ സിമ്പലാണ് $? സോ ഇറ്റ് റിക്വയർസ് 3 operands to operate upon. ഇപ്പോൾ രണ്ട് സിമ്പിൾസ് ആണുള്ളത്, ക്വസ്റ്റ്യൻ കോളനുമാണ്. നമ്മൾ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന സിമ്പിളാണ് $? സോ ഈ കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ നമ്മൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതേ സെയിം സ്റ്റേറ്റ്മെൻറ്റിനെ തന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യാം കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ചിട്ട്. അപ്പോൾ കണ്ടീഷണൽ ഓപ്പറേറ്റർ ചെയ്യുന്ന ടാസ്ക് എന്ന് പറയുന്നത് എന്താണോ ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ ചെയ്യുന്നത്. ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം. ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്ന സമയത്ത് ഇതാണ് അതിൻ്റെ വർക്കിംഗ്. ഇഫ് ടെസ്റ്റ് എക്സ്പ്രഷൻ, ഈ എക്സ്പ്രഷൻ ഒരു കണ്ടീഷൻ ആയിരിക്കും, റിലേഷണൽ എക്സ്പ്രഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഒരു ലോജിക്കൽ എക്സ്പ്രഷൻ ആയിരിക്കാം. ഈ ഒരു എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഈ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും, നമ്മളതിന് ട്രൂ കോഡ് എന്ന് പറയുന്നു. ഈ എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിൽ എൽസിൻ്റെ അകത്തുള്ള എൽസ് ബ്ലോക്ക് അല്ലെങ്കിൽ ഫാൾസ് കോഡ്, അതായത് ഈ കണ്ടീഷൻ ഫാൾസ് ആയതുകൊണ്ട് നമ്മൾ എൽസിൻ്റെ അകത്തുള്ള ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു കോഡേ വർക്ക് ചെയ്യുള്ളൂ, ഒന്നെങ്കിൽ ട്രൂ കോഡ് അല്ലെങ്കിൽ ഫാൾസ് കോഡ്. ട്രൂ കോഡ് എപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്? ഈ ഒരു എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ. ഈ എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിൽ നേരെ ഫാൾസ് കോഡാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. സോ ഇതേ ഒരു വർക്കിംഗ് അല്ലെങ്കിൽ ഈ എന്താണോ ഇഫ് എൽസ് ചെയ്യുന്നത് ഇതേ ഒരു ടാസ്ക്കാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ ചെയ്യുന്നത്. സോ അതിൻ്റെ സിൻടാക്സ് ഇങ്ങനെയാണ്: ടെക്സ്റ്റ് എക്സ്പ്രഷൻ ട്രൂ കോഡ് ഫാൾസ് കോഡ്. അപ്പോൾ ഇത് രണ്ട് ഡിഫറെൻറ്റ് സിമ്പിൾസ് ആണ്, കോളൻ നമ്മൾ ഒരേ സമയത്തല്ല യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, 3 ഓപ്പറൻസ് ആണുള്ളത്. ദിസ് ഈസ് 1 ഓപ്പറൻറ്റ്, 2 ഓപ്പറൻറ്റ്, 3 ഓപ്പറൻസ്. അതിൻ്റെ ഇടയിൽ 2 സിമ്പിൾസ്, 2 ഓപ്പറേറ്റർ കോളൻ. സോ ഇങ്ങനെയാണ് ഈ ഒരു എക്സ്പ്രഷൻ എഴുതുന്നത്, കണ്ടീഷണൽ ഓപ്പറേറ്റർ എഴുതുന്നത് രീതി ഇങ്ങനെയാണ്. സോ നമുക്കറിയാം എല്ലാ സ്റ്റേറ്റ്മെൻറ്റ്സും അവസാനം സെമിക്കോളൻ വേണം, ഇവിടെയും നമുക്ക് സെമിക്കോളൻ അവസാനം വേണം. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണോ ഇഫ് എൽസ് വർക്ക് ചെയ്യുന്നത് അതേപോലെയാണ്. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്തെങ്കിൽ അത് റിലേഷണൽ എക്സ്പ്രഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അതൊരു ലോജിക്കൽ എക്സ്പ്രഷൻ ആയിരിക്കാം. ഈ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ആരാ വർക്ക് ചെയ്യുന്നത്? ഈ ട്രൂ കോഡാണ് വർക്ക് ചെയ്യുന്നത്. ഇത് ഫോൾസ് ആണെങ്കിൽ ഫോൾസ് കോഡ്. ഇത് തന്നെയാണ് നമ്മളിപ്പോൾ ഇഫ് എൽസ്. അപ്പോൾ ഇഫ് എൽസ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതണം. അതിന് പകരം അതേ ജോലി ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിൽ ആര് എഴുതുന്നുണ്ട്? കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ച് നമുക്ക് എഴുതാം. അപ്പോൾ ഒന്നിലധികം സ്റ്റേറ്റ്മെൻറ്റ്സ് ആവശ്യമുള്ള ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ച് വളരെ ചുരുക്കമായ രൂപത്തിൽ, ചെറിയ രൂപത്തിൽ എഴുതാൻ പറ്റുന്നതാണ് കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ ഏറ്റവും വലിയൊരു ഉപയോഗം. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ്? ടെക്സ്റ്റ് എക്സ്പ്രഷൻ ? അപ്പോൾ ഈ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഈ ഒരു ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും, ട്രൂ കോഡ് എക്സിക്യൂട്ട് ചെയ്യും. ഫോൾസ് ആണെങ്കിൽ ഫോൾസ് കോഡ്. അപ്പോൾ ഈ ട്രൂ കോഡ് കഴിഞ്ഞ് കോളൻ ഫോൾസ് കോഡ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, ഒന്നെങ്കിൽ ട്രൂ ബ്ലോക്ക് ആവാം അല്ലെങ്കിൽ ഫോൾസ് ബ്ലോക്ക് ആയിരിക്കാം. ഇത് തീരുമാനിക്കുന്നത് ടെക്സ്റ്റ് എക്സ്പ്രഷൻ്റെ റിസൾട്ടാണ്. എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ട്രൂ കോഡ്, ഫോൾസ് ആണെങ്കിൽ ഫോൾസ് കോഡ്. സോ അതാണ് ഇതിൻ്റെ സിൻടാക്സ്. സോ the conditional operator works in the same way as if else works. if else നമ്മൾ വർക്ക് ചെയ്യുന്ന രീതി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മൾ പിക്ചറായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. കണ്ടീഷൻ എന്ന് പറയുന്നത് റിലേഷണൽ എക്സ്പ്രഷൻ ആവാം, അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷൻ ആവാം. ട്രൂ ആണെങ്കിൽ ഇത് എക്സ്പ്രഷൻ 1. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടുത്തെ ഈ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതൊരു കോൺസ്റ്റൻ്റ് ആവാം. ട്രൂ കോഡ് ഫോൾസ് കോഡ് എന്ന് പറയുന്ന ഈ ഒരു വാല്യൂ ഇറ്റ് മേ ബി എയ്തർ എ കോൺസ്റ്റൻറ്റ് ഓർ എ വേരിയബിൾ ഓർ എക്സ്പ്രഷൻ ഓർ സ്റ്റേറ്റ്മെൻറ്റ്, എന്തു വേണമെങ്കിലും ആവാം. അപ്പോൾ ഇവിടെ പറയുന്ന ബ്ലോക്ക് ഓഫ് കോഡ് എന്ന് പറയുന്നത് ട്രൂ കോഡ് ആയാലും ഫോൾസ് കോഡ് ആയാലും ഇറ്റ് മേ ബി എയ്തർ
constant or variable or expression or a statement. അപ്പോൾ ഇവിടെ ഒരു പിക്ചറായിട്ട് നമ്മൾ പറയുന്നുണ്ട്. ഇവിടെ കണ്ടീഷൻ ആദ്യം ഇവാലുവേറ്റ് ചെയ്യും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആര് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഈ ഒരു എക്സ്പ്രഷൻ 1 ആയിരിക്കും. എക്സ്പ്രഷൻ ആണെങ്കിൽ എക്സ്പ്രഷൻ, വേരിയബിൾ ആണെങ്കിൽ വേരിയബിൾ, കോൺസ്റ്റന്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പ്രോഗ്രാം. ഇനി ഇതൊരു ഫോൾസ് ആണെങ്കിലോ എക്സ്പ്രഷൻ 2 ഇവാലുവേറ്റ് ചെയ്യും. ഇത് തന്നെയാണ് സിംപ്ലി പറയുന്നത്. ഇപ്പോൾ ഈ ഒരു റിസൾട്ട് നമുക്കൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഇങ്ങനെ കൊടുക്കാം: വേരിയബിൾ ഈക്വൽ ടു എക്സ്പ്രഷൻ 1 സെമികോളൻ ക്വസ്റ്റ്യൻ മാർക്ക് എക്സ്പ്രഷൻ 2 കോളൻ എക്സ്പ്രഷൻ 3. അപ്പോൾ ഇതൊരു കണ്ടീഷണൽ ഓപ്പറേറ്ററാണ്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഈ എക്സ്പ്രഷൻ 1 ആദ്യം ഇവാലുവേറ്റ് ചെയ്യും. ഇവിടെ ഇത് ട്രൂ ആണെങ്കിൽ ആര് എക്സിക്യൂട്ട് ചെയ്യും? എക്സ്പ്രഷൻ 2 ഇവാലുവേറ്റ് ചെയ്യും. അതിൻ്റെ റിസൾട്ട് ആരിലേക്ക് പാസ് ചെയ്യും? അതിൻ്റെ റിസൾട്ട് വേരിയബിളിലേക്ക് പാസ് ചെയ്യും. അതേപോലെ എക്സ്പ്രഷൻ 1 ഫോൾസ് ആണെങ്കിൽ ഈ എക്സ്പ്രഷൻ 3 ആണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ വാല്യൂ ആരിലേക്ക് പാസ് ചെയ്യും? അത് വേരിയബിളിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂ സ്റ്റോർ ചെയ്യാൻ നമുക്ക് ഇങ്ങനെ എഴുതാം: വേരിയബിൾ ഈക്വൽ ടു പറഞ്ഞിട്ട് നമുക്ക് ഇതേ എക്സ്പ്രഷൻ എഴുതാം. ഇവിടെ എക്സ്പ്രഷൻ 1 എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു കണ്ടീഷൻ ആയിരിക്കും. റിലേഷണൽ എക്സ്പ്രഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷൻ ആയിരിക്കാം. ഇത് ട്രൂ ആണെങ്കിൽ എക്സ്പ്രഷൻ 2 ഇവാലുവേറ്റ് ചെയ്യും. അപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് കഴിഞ്ഞതിൻ്റെ കൂടെയാണ് എക്സ്പ്രഷൻ 2 വരുന്നത്. അത് ഇവാലുവേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ഒരു വേരിയബിളിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാം. എക്സ്പ്രഷൻ 1 ഫോൾസ് ആണെങ്കിൽ എക്സ്പ്രഷൻ 3 ഇവാലുവേറ്റ് ചെയ്യും. ആൻഡ് ദ റിസൾട്ട് ഇസ് സ്റ്റോർഡ് ഇൻ എ വേരിയബിൾ. ഇങ്ങനെയും നമുക്ക് സിമ്പിളായിട്ട് അതിനെ എഴുതാം. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിളിലൂടെ പോവാം. ഇപ്പോൾ ഇതൊരു ചെറിയൊരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി, എ ബിനേക്കാൾ വലുതാണെങ്കിൽ ആരായിരിക്കും വലുത്? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്, ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ആരാണ് വലുത്? എ ആണ് വലുത്, അല്ലേ? അപ്പോൾ ബിഗ് ഈക്വൽ ടു എ. ഇനി ഇത് ഫോൾസ് ആണെങ്കിൽ ആരാ വലുത്? ബി ആണ് വലുത്. എ ഗ്രേറ്റർ ദാൻ ബി അല്ല, അതിനകത്ത് എ അല്ല വലുത്, ബി ആണ് വലുത്. അപ്പോൾ ഏത് ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യുക? എൽസ് ബ്ലോക്കാണ് എക്സിക്യൂട്ട് ചെയ്യുക, ആ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ. അപ്പോൾ എൽസിൻ്റെ അകത്ത് നമ്മൾ എന്ത് എഴുതി? ബിഗ് ഈക്വൽ ടു ബി. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഇത്രയും നമ്പർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ഒറ്റ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് എഴുതാം. അതായത് എ ആണെങ്കിലും ബി ആണെങ്കിലും ഏത് വേരിയബിളാണ് സ്റ്റോർ ചെയ്യുന്നത്? ബിഗ് എന്ന് പറഞ്ഞ വേരിയബിളാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ബിഗ് ഈക്വൽ ടു എക്സ്പ്രഷൻ ആണ്, അല്ലേ? ഇതാണ് നമുക്ക് കണ്ടീഷൻ. എ ഗ്രേറ്റർ ദാൻ ബി ആണോ? ആണെങ്കിൽ അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക്. ആണെങ്കിൽ എന്താണ് വേണ്ടത്? വാല്യൂ, ബിഗിൻ്റെ വാല്യൂ എ ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എ മാത്രം എഴുതാം. കോളൻ ബി. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എന്താ ആൻസർ? ഇവിടെ ആരെ എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഈ ഒരു വേരിയബിളിൻ്റെ വാല്യൂ ആണ് എ. അത് ആരിലേക്ക് സ്റ്റോർ ചെയ്തു? ബിഗ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി ഈ കണ്ടീഷൻ ഫോൾസ് ആണ്. ഫോൾസ് ആണെങ്കിൽ എന്താ വാല്യൂ? ബി ആണ്. ഈ ഒരു ബ്ലോക്ക് ഓഫ് കോഡാണ് കോളൻ കഴിഞ്ഞിട്ടുള്ള വാല്യൂണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ബി എന്ന് പറഞ്ഞാൽ വേരിയബിളാണ് ആരിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്? ബിഗിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ സിംഗിളായിട്ട് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതുന്നത്. ഈ ഒരു ബ്ലോക്ക് ഓഫ് കോഡിന് നമുക്ക് കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ച് സിംപ്ലി ഒറ്റ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ അതാണ് കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ വർക്കിംഗ്. എന്താണോ ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യുന്നത് അതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് നോക്കുക. ഇവിടെ എക്സ്പ്രഷൻ 1 ട്രൂ ആണെങ്കിൽ ഇപ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക്, ട്രൂ ആണെങ്കിൽ ട്രൂ ബ്ലോക്ക്, അതെന്താണോ വരുന്ന കോഡ് എഴുതാം. കോളൻ ഫോൾസ് കോഡ്, അതാണ് അതിൻ്റെ സിൻടാക്സ്. സെമി കോളൻ. സോ എവരി സ്റ്റേറ്റ്മെൻറ്റ് സെൻസ് വിത്ത് സെമി കോളൻ. നമുക്കൊരു പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതേ എക്സാമ്പിൾ നമുക്കൊരു പ്രോഗ്രാം ആക്കി എഴുതാം. സോ ഹാഷ് ഇൻക്ലൂഡ് IOStream യൂസിങ് നെയിം സ്പേസ് STD. പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറാണ്, C++ പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചറാണ്. ഫംഗ്ഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്ന മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് എമംഗ് 2 നമ്പേഴ്സ്, 2 നമ്പറിലെ വലുത് ആരാണ് എന്ന് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാമാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 3 വേരിയബിൾ വേണം. എ, ബി, ബിഗ്. നിങ്ങൾക്ക് എന്ത് വാല്യൂ യൂസ് ചെയ്യാം, ഡിപ്പെൻഡ്സ്. നമ്മൾ ആ പ്രോഗ്രാമിനെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് വേരിയബിൾസിന് എന്ത് നെയിം വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇവിടെ അത് ഇൻറ്റീജേഴ്സ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഇൻറ്റ് എ കോമ ബി കോമ ബിഗ്. ഇനി സി ഔട്ട് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ മോണിറ്ററിലേക്ക് പോകുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് സി ഔട്ട്. അപ്പോൾ മോണിറ്ററാണ് നമ്മൾ ഔട്ട്പുട്ടായിട്ട് യൂസ് ചെയ്യുന്ന ഒബ്ജക്റ്റ്. അപ്പോൾ ഇവിടെ ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് എൻ്റർ 2 നമ്പേഴ്സ്. അപ്പോൾ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യും എൻ്റർ 2 നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ 2 വാല്യൂസ് ഇൻപുട്ട് ചെയ്യണം. അപ്പോൾ ഇൻപുട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് സി ഇൻ റെപ്രസെൻറ്റ് കീബോർഡ്. അപ്പോൾ കീബോർഡിലൂടെ നമ്മൾ എൻ്റർ ചെയ്യുന്ന ഫസ്റ്റ് വാല്യൂ എ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. സെക്കൻഡ് വാല്യൂ ബി എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി ഇവിടെയാണ് നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ 3 ഇഫ് എൽസ് ചെയ്യുന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ച് ചെയ്യുകയാണ്. ചെക്ക് ചെയ്യുന്നത് എന്താണ്? ആരാണ് വലുത് എന്നാണ്. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ ആണ് വാല്യൂ.
അല്ലെങ്കിൽ ബി ആണ് വാല്യൂ അല്ലേ. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി ക്വസ്റ്റ്യൻ മാർക്ക് എ കോളൻ ബി. സോ ഈ റിസൾട്ട് ഏതൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യണം? ബിഗ് എന്ന് പറഞ്ഞൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തു. അപ്പോൾ എ ഗ്രേറ്റർ ദാൻ ബി, ഫോർ എക്സാമ്പിൾ എയുടെ വാല്യൂ 5 ആണ്, ബിയുടെ വാല്യൂ 10 ആണെന്ന് വിചാരിക്കൂ. അപ്പോൾ 5 ഗ്രേറ്റർ ദാൻ 10, 5 ഗ്രേറ്റർ ദാൻ 10 ആണോ? അല്ല. അല്ല എന്ന് പറയുമ്പോൾ റിസൾട്ട് നേരെ പോകുന്നത് ഇവിടേക്കാണ്, ബിയിലേക്കാണ്. അപ്പോൾ ബിയുടെ വാല്യൂ എന്താണ്? 10 ആണ്. അപ്പോൾ ബിഗിൽ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ആര് സ്റ്റോർ ചെയ്തു? 10 സ്റ്റോർ ചെയ്തു. നമ്മളത് പ്രിൻ്റ് ചെയ്തു. സി ഔട്ട് മോണിറ്ററിലേക്ക് നമ്മൾ ഡബിൾ കോട്ട്സിൽ കൊടുത്ത് അതേപോലെ പ്രിൻ്റ് ചെയ്യും. ഗ്രേറ്റസ്റ്റ് ഈക്വൽ ടു നമ്മൾ ആരുടെ വാല്യൂ? ബിഗ് എന്ന് പറഞ്ഞ വേരിയബിൾ 10 ആണ്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ഈക്വൽ ടു ഏതാണ്? 10 ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ച് നമ്മൾ പ്രോഗ്രാം ഇഫ് എൽസ് ചെയ്യുന്ന അതേ ടാസ്ക് നമ്മൾ എഴുതുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. സോ റീറൈറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് യൂസിങ് ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കൊരു കണ്ടീഷണൽ എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ചുള്ള ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് ഇവിടെ. ഇതിൽ നമ്മളോട് പറഞ്ഞിട്ടത് ഇഫ് എൽസ് വെച്ച് റീറൈറ്റ് ചെയ്യാനാണ്. അപ്പോൾ എക്സ്പ്രഷൻ എങ്ങനെയാണ്? റിസൾട്ട് ഈക്വൽ ടു മാർക്ക് ഗ്രേറ്റർ ദാൻ 30 ക്വസ്റ്റ്യൻ മാർക്ക്. ഇത് ഒരു ക്യാരക്ടറാണ്, കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ സിംഗിൾ കോട്ട്സിൽ കൊടുത്തിട്ടുണ്ട് പി കോളൻ എഫ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. മാർക്ക് ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ പാസ്ഡ് ആണ്, പാസ് ആണ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പി കൊടുത്തു. അതല്ലെങ്കിൽ ഫെയിൽ ആണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ എഫ് കൊടുത്തു. അപ്പോൾ അത് ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് സിംഗിൾ കോട്ട്സിൽ കൊടുത്തിട്ടുള്ളത്. ഇത് ഇഫ് എൽസ് വെച്ച് നമുക്ക് എങ്ങനെ റൈറ്റ് ചെയ്യാം എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ ഇതാണ് ആദ്യം കൊടുക്കേണ്ടത് അല്ലേ എക്സ്പ്രഷൻ. ഇഫ് മാർക്ക് ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ പാസ്സാണ്, ട്രൂ ആണെങ്കിൽ പി ആണ്, പാസ്സാണ്. അപ്പോൾ അതൊരു വേരിയബിളിലേക്കല്ല സ്റ്റോർ ചെയ്യേണ്ടത്. റിസൾട്ട് ഈക്വൽ ടു പി എന്ന് പറഞ്ഞ് അത് സ്റ്റോർ ചെയ്തു. റിസൾട്ട് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമ്മൾ ആ വാല്യൂ സ്റ്റോർ ചെയ്തു. ഇഫ് എൽസ് എന്തായത് ഫോൾസ് ആണെങ്കിൽ എൽസ് ബ്ലോക്കിൻ്റെ അകത്ത് എന്ത് എഴുതണം? നമുക്ക് എഫ് എഴുതണം. അപ്പോൾ റിസൾട്ട് ഈക്വൽ ടു എഫ്. സോ ഇങ്ങനെയാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ തന്നിട്ട് നമുക്ക് ഇഫ് എൽസിൽ എഴുതാനാണെങ്കിലും ഇഫ് എൽസ് തന്ന് കണ്ടീഷണൽ ഓപ്പറേറ്റർ വെച്ച് എഴുതാനാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് എഴുതാവുന്ന രീതി ഇതാണ്. ഓക്കെ. അപ്പോൾ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഈസ് എ ടേണറി ഓപ്പറേറ്റർ. വർക്ക് ചെയ്യുന്നത് ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണോ ചെയ്യുന്നത് അതേ വർക്കിംഗ് തന്നെയാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ ചെയ്യുന്നത്. കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ സിൻടാക്സ് ആണ് ടെക്സ്റ്റ് എക്സ്പ്രഷൻ, ക്വസ്റ്റ്യൻ മാർക്ക്, ട്രൂ കോഡ്, കോളൻ, ഫോൾസ് കോഡ്. ഇപ്പോൾ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. ട്രൂ ആണെങ്കിൽ ട്രൂ കോഡ് എക്സിക്യൂട്ട് ചെയ്യും, അല്ലാത്ത എക്സ്പ്രഷൻ ഫോൾസ് ആണെങ്കിൽ ഫോൾസ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും.